മറ്റൊരു ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്സിന്റെ സൂപ്പർ ക്വസ്റ്റ്യൻസ് ഫ്രം ട്രിഗണോമെട്രി. ഈ ചാപ്റ്റർ ആണ് ഏറ്റവും പ്രശ്നമുള്ള ചാപ്റ്റർ കുട്ടികൾക്ക്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററും കൂടിയാണിത്. അതുകൊണ്ട് ഇവനെ നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം 9 മാർക്കാണ്. ഈ 9 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെഷൻ 3 മാർക്കിന്റെ സെക്ഷനിൽ നിന്നും ഒരെണ്ണമുണ്ട്. പിന്നെ ലാസ്റ്റ് 6 മാർക്കിന്റെ സെക്ഷനിൽ നിന്നും ഒരെണ്ണമുണ്ട്. ഇതിന്റെ ഇടയ്ക്കത്തെ സെക്ഷനിൽ വരത്തില്ല. ഓക്കെ, 3 സെക്ഷൻസ് നമ്മുടെ 3, 4, 6 മാർക്കിന്റെ 3 മാർക്കിന്റെ ഉള്ളിലും വരും, 6 മാർക്കിന്റെ അതിനുള്ളിലും വരും. ഓരോ ചോദ്യം വീതം. ഓരോ ചോദ്യം എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ 2-3 പാർട്സുകൾ കാണും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവനെ നമുക്ക് നന്നായിട്ട് പഠിക്കണം, പ്രത്യേകിച്ച് ഫോർമുലാസുകൾ. അപ്പൊ നിങ്ങൾ ഫോർമുലാസുകൾ തന്നെ പഠിക്കാൻ കുറേ സമയം എടുക്കും. ഈ ഫോർമുലാസ് പഠിച്ചത് കൊണ്ട് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണയും വേണ്ട. പ്രോബ്ലംസുകളെല്ലാം ചെയ്യണമെങ്കിൽ ഈ ഫോർമുലാസുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. ഇത് പഠിക്കാതെ നമ്മൾ ഈ പ്രോബ്ലത്തിലോട്ടൊക്കെ ഇറങ്ങുന്നത്. കുറച്ചൊക്കെ പഠിക്കും, അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ അപ്പം സൊല്യൂഷൻ നോക്കുമ്പോൾ നമ്മൾ പഠിക്കാത്ത കുറെ ഫോർമുലാസ് ഉപയോഗിച്ചേക്കുന്നു. ഇതിനൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവനെ വിടും. ഇങ്ങനെ നമുക്ക് വിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. ഇവനെ പഠിക്കാതെ നമുക്ക് മുന്നോട്ട് ഒരു കാര്യവും നടക്കില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കാണുക. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ കൂടെ വരും. അപ്ഡേറ്റ് ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും, എക്സാമിനെ കുറിച്ചാണെങ്കിലും എല്ലാ കാര്യങ്ങളും. ഓക്കെ, ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാത്സിനെയും മറ്റുള്ള സബ്ജക്റ്റിനെയും എല്ലാം ഉണ്ട്. മാത്സ് ഞാനിപ്പോൾ എടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുവാണ്, ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും മാക്സിമം മാർക്കിൽ എത്തിക്കുന്ന വഴികളാണ് തരുന്നത്. ചാപ്റ്റേഴ്സുകളുടെ സെലക്ഷൻ ആണെങ്കിലും ക്വസ്റ്റൻസുകളുടെ സെലക്ഷൻ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ആപ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ. ഓക്കെ, ഇപ്പൊ ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ tan of 19 π/3. tan 19 π/3. ഇത് കാണുമ്പോൾ ചിലര് കണ്ടിട്ടുണ്ടാവും, അറിയത്തില്ല. ചിലർ കണ്ടിട്ടേ ഇല്ല, അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ചിലർക്ക് അറിയാവുന്നവരുമുണ്ട്. എക്സാം ചോദിക്കുന്ന ഒരു നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഈ 19 π/3 ആണ് ഇവിടുത്തെ പ്രോബ്ലം അല്ലേ. അപ്പൊ ഈ 19 π/3 ചെയ്യാൻ നമുക്ക് 2 വഴികളുണ്ട് കേട്ടോ. 2 വഴികളുണ്ട്. നമുക്ക് ഒരു വഴി ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ tan of 19 π/3 ഈസ് ഈക്വൽ ടു ഈ 19 π/3 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഈ 19 എന്നുള്ളതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ടൈംസ് കിട്ടും? 19 3 എത്ര ടൈംസ് ഉണ്ട്? ഒന്ന് ആലോചിച്ചേ. 19 3 എത്ര ടൈംസ്? ആലോചിച്ചോ, എത്ര ടൈംസ് ഉണ്ട്? 6 ടൈംസ്. 3 × 6 18. ഇത് 19 ഉണ്ട്, അപ്പൊ 6 ടൈംസ് ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 6π പ്ലസ്, അപ്പൊ 3 × 6 എത്രയായി? 18 ആയി അല്ലേ. ഇവിടെ 19 ഇല്ലയോ, ബാക്കി ഒരു പൈ ഇല്ലയോ, ദാറ്റ് ഈസ് π/3. ഇങ്ങനെയാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇത് പലർക്കും അറിയാൻ വയ്യാത്ത വരാം. ഇത് എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ടീച്ചേഴ്സ് അങ്ങോട്ട് എഴുതിയിട്ടിട്ട് ഒരൊറ്റ പോകാം. നമ്മൾ ഇത് നോക്കി ചുമ്മാ എഴുതും, നമുക്കൊന്നും മനസ്സിലാകത്തില്ല, എന്നിട്ട് ഭയങ്കര ടഫാണ്, ഇതൊന്നും എനിക്ക് അറിയത്തില്ല, ടീച്ചറാ ഇതൊന്നും ഒന്ന് പറഞ്ഞു തരാൻ വയ്യേ എന്നൊക്കെ അല്ലേ. ഇത്രേ ഉള്ളൂ. നോക്കിക്കേ, ഇപ്പൊ നോക്കിക്കേ, 3 × 6 18π പ്ലസ് π 19π/3. ദാറ്റ്സ് ഓൾ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവനെയൊക്കെ നമ്മൾ അങ്ങനെയല്ലല്ലോ പഠിക്കുന്നത് അല്ലേ. നമുക്കിതൊരു ആവശ്യമില്ലാത്ത രീതിയിൽ കൂടെയാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഇനി ഇത് എപ്പോഴാണ് പഠിപ്പിക്കുന്നത്? ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കൊക്കെ ആണെങ്കിൽ കഴിഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ പ്രശ്നമാണ്. പല ചാപ്റ്റേഴ്സുകളും അവരുടെ സമയത്തിന് ആ രീതിയിൽ കൂടെ ഒന്ന് പഠിപ്പിക്കും. പിള്ളേർ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയത്തൊന്നും അല്ല ഒന്നാമതൊന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയം നോക്കി നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കി പെരുമാറുക. അത്രേ ഉള്ളൂ, പഠിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 6π പ്ലസ് π/3 എന്ന് പറയുമ്പോൾ ഇതിന് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം ഇത്രയാണെങ്കിൽ 2π, ഇത്രയാണെങ്കിൽ 4π, ഇത്രയാണെങ്കിൽ 6π പ്ലസ് π/3. ഇത് ഏത് കോണിലോട്ട് ചാടി? ഫസ്റ്റ് കോണിലോട്ട് ചാടി കേട്ടോ. 6π പ്ലസ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. 1 ടൈം കംപ്ലീറ്റ് ചെയ്താൽ 2π, 2 ടൈംസ് ആകുമ്പോൾ 4π, 3 ടൈംസ് ആകുമ്പോൾ 6π. 6π പ്ലസ് എന്ന് പറയുമ്പോൾ അത് ഏത് കോണിലോട്ട് ചാടി? π/3. അപ്പം tan of 6π plus π/3 tan of π/3 എന്നാണ് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ tan of π/3 എന്ന് അപ്ലൈ ചെയ്യാം. 6π എന്ന് പറഞ്ഞാൽ നമ്മുടെ 360യുടെ മൾട്ടിപ്പിൾ ആണ് കേട്ടോ. 360 ചേഞ്ച് ചെയ്യത്തില്ല, അതുകൊണ്ട് tan തന്നെ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ഈ π/3 എഴുതാം. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്ലസ് ഇടാം. ബിക്കോസ് tan π ഇത് 6π പ്ലസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ ആർ പോസിറ്റീവ്. ഓക്കെ, all the values of the trigonometric functions are in positive in first quadrant. Okay, then what is tan π/3? π/3 എന്ന് പറഞ്ഞാൽ എത്ര മോനെ? 60.
അപ്പൊ ടാൻ പൈ ബൈ 3 എന്ന് പറയാം എത്ര മോനെ? ടാൻ 60. ടാൻ 60 അറിയത്തില്ലയോ? √3 എന്നാണ് കേട്ടോ. ചിലർക്കൊക്കെ അറിയാതിരിക്കാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, √3. ഓക്കെ, അപ്പം അതൊക്കെ തീർന്നു ഒരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡോട് ഞാൻ കാണിക്കാം. സെക്കൻഡ് മെത്തേഡ്, ടാൻ ഓഫ് 19 പൈ ബൈ 3 ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് ഈ ടാൻ 19 പൈ ബൈ 3. ഇപ്പൊ ഇത് റേഡിയനിലാണ് മോനെ കിടക്കുന്നത്. റേഡിയൻ നമുക്കറിയാം, റേഡിയൻ ആൻഡ് ഡിഗ്രി മെഷേഴ്സ്, രണ്ട് മെഷർമെന്റ് ഉണ്ട്. 19 പൈ ബൈ 3 എന്ന് പറയുമ്പോൾ റേഡിയൻ ആണ്. ഞാൻ അതിനെക്കൊണ്ട് ഡിഗ്രിയിലോട്ട് മാറ്റാൻ പോയി കേട്ടോ. എങ്ങനെ ഡിഗ്രിയിലോട്ട് മാറ്റുന്നത്? ഈ പൈ ബൈ 3 എത്ര നോക്കണം. മണ്ടയ്ക്കൊന്ന് പൈയും താഴത്തെ നമ്പറിൽ ചേർക്കും. പൈ ബൈ 3 അതെനിക്കറിയാം, 60. കണ്ടോ, ഈ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 60. അപ്പൊ 19 പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ എത്ര? 19 into 60, അത്രേ ഉള്ളൂ. അപ്പൊ 19 into 60 എന്നാണ്. 19 into 60 എത്ര? 19 into 60. 19 into 60 നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20 into 60 എത്ര നിങ്ങൾ ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടും 1200. ശരിയല്ലയോ? പക്ഷെ 19 അല്ലേ ഉള്ളൂ. അപ്പൊ ഒരു 60 അങ്ങോട്ട് കുറയ്ക്കണം. 60 കുറയ്ക്കുമ്പോൾ 0, 4, 1140. ഓക്കെ, 1140 എന്നാണ് അർത്ഥം. അപ്പൊ ടാൻ ഓഫ് 1140. അപ്പൊ നമുക്ക് ഇൻറ്റു ചെയ്യുന്ന ഒരു മെത്തേഡ് മനസ്സിലായല്ലോ. 19 into 60 ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നടന്ന പാടുപെടും ഇല്ലയോ? അതിന്റെ ആവശ്യമില്ല. 20 into 60 അങ്ങ് ചെയ്യണം. 20 into 60 1200. 20 എന്ന് പറഞ്ഞാൽ 20 ടൈംസ് ആയി. നമുക്ക് 19 ടൈംസ് മതി 60. അപ്പൊ ഒരു ടൈം കുറയ്ക്കണം, 60 കുറയ്ക്കണം കേട്ടോ. എളുപ്പം. ഓക്കെ, ഇപ്പൊ ടാൻ ഓഫ് 1140 ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നോക്കിക്കേ, 1140 360യുടെ എത്ര ടൈംസ് ഉണ്ട്? 360 into 1. അപ്പൊ 360 into 1 എന്ന് പറഞ്ഞാൽ 360. 360 into 2 എന്ന് പറഞ്ഞാൽ 720. 3 into 360 എന്ന് പറഞ്ഞാൽ 1080. അടുത്തെത്തി. 1140 അടുത്തെത്തി. 3 into 360 അല്ലെ? 1140 3 into 360 പ്ലസ് ബാക്കി എത്ര വരും? 3 into 360 എന്ന് പറയുമ്പോൾ 1080 ആയി. ഇത് 1140. 1000 ഇത്രയും തന്നെ 1080 ആയി. പ്ലസ് ബാക്കിയും കൂടെ എത്ര വരണം? 60 വന്നാൽ മതി. 1140 ആവും. ഓക്കെ, ഇപ്പൊ ടാൻ ഓഫ് 60 നമുക്ക് റിഡക്ഷൻ നടത്താം. 360 മൾട്ടിപ്പിൾ ആവുന്ന ഇത് എഴുതുക കേട്ടോ. ടാൻ ഓഫ് 60 ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓൾ ആർ പോസിറ്റീവ്. ടാൻ 60 ഈസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് √3. ദാറ്റ്സ് ഓൾ. അപ്പൊ രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചു. അടിപൊളിയാണെങ്കിൽ, ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം, ചാനൽ ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ വളരെ വളരെ ഫേമസ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ 15 ഡിഗ്രി. ടാൻ 15 ഡിഗ്രിയുടെ വാല്യൂവിനെ കണ്ടുപിടിക്കുക. സൈൻ 15 ചോദിക്കാം, കോസ് 15 ചോദിക്കാം, ടാൻ 15 ചോദിക്കാം, 75 ചോദിക്കാം, സൈൻ കോസ് ടാൻ എല്ലാം 75ന്റെയും ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അല്ലാതെ 37 40 ചോദിക്കത്തില്ല കേട്ടോ. നല്ല ഡിഗ്രീസേ ചോദിക്കത്തുള്ളൂ. അപ്പൊ ഈ നല്ല ഡിഗ്രി ആണെന്നുള്ളത് കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ അല്ലേ? ഇതൊക്കെ നല്ല നല്ല മനുഷ്യന്മാരാണ്. പിന്നെ 15ഉം 75 നല്ല പിള്ളേരാണ് കേട്ടോ. അപ്പൊ ഈ 15 എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ടാൻ ഓഫ് 45 മൈനസ് 30 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ശരിയല്ലേ? 15 കിട്ടാൻ, ഈ 15 എന്ന് പറഞ്ഞ ഡിഗ്രി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 45 നിന്നും 30 കുറച്ചാൽ 15 കിട്ടും. ഓക്കെ, ഇതിപ്പോ ടാൻ ഓഫ് ആര് പോലായി? എ മൈനസ് ബി. ടാൻ ഓഫ് എ മൈനസ് ബി. വാട്ട് ഈസ് ടാൻ ഓഫ് എ മൈനസ് ബി? ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി എന്നോട് പറഞ്ഞേ. ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഇതാണ് നമ്മളുടെ ഫോർമുല. ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഓക്കെ, അപ്പൊ നമ്മൾ ഞങ്ങളുടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ എ കാണുന്നിടത്തെല്ലാം 45, ബി കാണുന്നിടത്തെല്ലാം 30, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങോട്ട് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് ടാൻ 45 മൈനസ് ടാൻ 30 ബൈ 1 പ്ലസ് ടാൻ 45 ഇൻറ്റു ടാൻ 30. ഓക്കെ അല്ലേ? നോക്കിക്കേ, ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ടാൻ എ 45 ടാൻ 30. അപ്പൊ ഇതൊക്കെ വാല്യൂസ് ഒക്കെ അറിയാമല്ലേ? ടാൻ 45 ടാൻ 30 ഒക്കെ അറിയാമല്ലോ. എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. ദാറ്റ് ഈസ് 1 മൈനസ് ടാൻ 30 1 ബൈ √3. ടാൻ 30 1 ബൈ √3 ആണ്. ബൈ ഈ 1 പ്ലസ് ഇട്ടു. ടാൻ 45 ഇൻറ്റു ടാൻ 30. ടാൻ 45 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 1 ബൈ √3 എന്നാ. 1 ഇൻറ്റു 1 ബൈ √3 എന്ത് മതി മോനെ? 1 ബൈ √3 മതി. അപ്പൊ 1 മൈനസ് 1 ബൈ √3 ബൈ 1 പ്ലസ് 1 ബൈ √3.
then by the method of cross multiplication, okay, method of cross multiplication വരുമ്പോൾ √3 into 1, √3 minus 1 into 1, 1 by 1 into √3 on numerator by ഇവിടെയും √3 into 1, √3 plus 1 into 1, 1 by √3 cancel. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് ഇവിടെ എഴുതാം √3 minus 1 by √3 plus 1 is the final answer. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഈ ക്വസ്റ്റ്യൻ ഒക്കെ? നല്ലതായിട്ട് മനസ്സിലായില്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ടൈപ്പ് ആണ്. sin x equal to √5/3 and x lies in between 0 and pi/2. 0 and pi/2 ഉണ്ട്. 0 less than x less than pi/2 എന്ന് കേൾക്കുമ്പോൾ 0 pi/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 അല്ലേ? അപ്പൊ 0 less than x less than 90. 0 less than x less than 90 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ്? ഫസ്റ്റ് ക്വാഡ്രന്റ് കേട്ടോ, ഫസ്റ്റ് ക്വാഡ്രന്റ് ഉണ്ടല്ലോ. അപ്പൊ അത് കിട്ടി. അതുകൊണ്ടാണ് ഇതുകൊണ്ട് പോസിറ്റീവ് കിടക്കുന്നുണ്ടല്ലോ sin x. അറിയാലോ, എല്ലാവരും പോസിറ്റീവ് ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ √5/3. അപ്പൊ sin x equal to √5/3. X lies in between 0 and pi/2. That means x lies in first quadrant. In first quadrant, all are positive. Then what is the value of cos 2x? അതാണ് പ്രശ്നം. cos x ആയിരുന്നെങ്കിൽ എങ്ങനെയല്ലോ ചെയ്യാറില്ലയോ? cos 2x ആയിപ്പോയി. ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഫോർമുല 1 minus 2 sin squared x. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ cos 2x ന്റെ ഫോർമുല എന്താണ്? 1 minus 2 sin square x എന്നാണ്. അപ്പൊ ഇവനെ അറിയാതെ ഒരു കാര്യമില്ല, അതാണല്ലോ വിഷയം. 1 minus 2 sin square x. എന്തുകൊണ്ടാ? നമുക്ക് അറിയാവുന്ന sin x ആമോനെ. അപ്പൊ sin x തന്നെയുള്ള cos 2x ന്റെ വാല്യൂ എടുക്കണം. cos 2x ന് 4 വാല്യൂ ഭയങ്കര പണക്കാരനാണ് കേട്ടോ. cos 2x ഭയങ്കര പണക്കാരനാണ്. cos 2x ന് 4 വാല്യൂസ് ഉണ്ട്. അതിന് പറഞ്ഞവൻ ഒന്നാമത്തെ cos 2x ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് cos ഉള്ളി, നെക്സ്റ്റ് ഇൻ ടേംസ് ഓഫ് sin ഉള്ളി, ഇൻ ടേംസ് ഓഫ് tan ഉള്ളി, ഇൻ ടേംസ് ഓഫ് sin ആൻഡ് cos. അത്രയുണ്ട് കേട്ടോ. 4 വാല്യൂസ് എല്ലാം ഭയങ്കരനാണ് കേട്ടോ. ഏറ്റവും വലിയ പണക്കാരനാണ് cos 2x. അപ്പൊ 1 minus 2 sin square, that is 1 minus 2 into sin squared x. Sin x is √5/3. Then sin square x is √5/3 the whole square. √5/3 the whole square. That is equal to 1 minus 2 into 5/9. √5 into square 5, 3 into square 9. That is 1 minus 10/9. മനസ്സിലായല്ലോ? 1 minus 2 into 5, 2 into 5, 10, 10 by, answer is equal to, by 1 വെച്ചോണ്ട് method of cross multiplication apply the 9 into 1, 9 minus 1 into 10, 10 by 1 into 9, 9. Answer is minus 1 by 9. തീർന്നു കേട്ടോ. ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൂടെ പഠിക്കാം. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കും അറിയാം. പക്ഷേ ഫോർമുലാസുകളുടെ അഭാവം മീൻസ് അറിവില്ലായ്മ പ്രശ്നമാക്കുന്നുണ്ട് അല്ലേ? പഠിക്കണം എന്നെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എപ്പോഴേലും പഠിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി പഠിക്കേണ്ട എക്സാം ആണ് ഇപ്പൊ പഠിക്കുന്നത് കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എല്ലാം പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കാര്യമില്ല. നമുക്ക് എപ്പോഴാണ് ആക്ട് ചെയ്യേണ്ടത് ആ ടൈമിൽ ആക്ട് ചെയ്യണം. അപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.